ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റി തീർക്കാനാണ് നമ്മുടെ നാടിപ്പോൾ ശ്രമിക്കുന്നത്. അതിന് ഉതകും വിധം അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കുക, പാഠ്യപദ്ധതിയിലും ബോധന സമ്പ്രദായത്തിലും നൂതനമായ മാറ്റങ്ങൾ കൊണ്ടുവരിക, ഉന്നത വിദ്യാഭ്യാസ മേഖലയും വ്യാവസായിക മേഖലയും തമ്മിൽ ജൈവബന്ധം വളർത്തിയെടുക്കുക. ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിമുടി പരിഷ്കരിക്കുകയാണ് നാം ഉദ്ദേശിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്രമായ അഴിച്ചുപണിക്ക് നിർദ്ദേശം നൽകാൻ 3 കമ്മീഷനുകളെ അടുത്ത കാലത്ത് നിയോഗിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതാണ്. ആ കമ്മീഷനുകളെല്ലാം റിപ്പോർട്ടുകൾ സമർപ്പിച്ചു കഴിഞ്ഞു. അവ നടപ്പാക്കാനാണ് സർക്കാർ ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത്. മികച്ച സാമ്പത്തിക പിന്തുണയാണ് കേരളത്തിലെ സർവകലാശാലകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സവിശേഷമായി കണ്ടുകൊണ്ട് മികച്ച സാമ്പത്തിക സഹായം നൽകുകയും ആ മേഖലയിലെ നിലവാരവും മാനുഷിക മൂല്യവും ഉറപ്പാക്കുകയും കൂടി ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഖജനാവിലെ പണം നിർദ്ദിഷ്ട കാര്യത്തിന് തന്നെ ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിന് എപ്പോഴും ഉള്ളതാണ്. അതേസമയം അക്കാദമിക് കാര്യങ്ങളിൽ പരിപൂർണ സ്വാതന്ത്ര്യം സർവകലാശാലകൾക്ക് ഉണ്ടാകും. അത് ഉറപ്പുവരുത്താനും ഉത്തരവാദപ്പെട്ടവരാണ് സർക്കാർ.